ചില രുചികൾക്ക് ഒരു പ്രത്യേക മണം ഉണ്ടാവില്ലേ? ആ മണം നമ്മളെ നേരെ ചെന്നെത്തിക്കുന്നത് നമ്മളെ കുട്ടിക്കാലത്തേക്കാവും. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയും അതേപോലെ ഒരു മുട്ട ഗ്രേവിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മുടെ വല്യമ്മാൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഞങ്ങളെ തറവാട്ടിൽ ഉച്ചക്ക് ഉണ്ടാകുന്ന കറിയൊന്നും രാത്രിക്കൊക്കെ ചില ദിവസങ്ങൾ തികയാറില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് വല്യമ്മ വൈകുന്നേരങ്ങളിൽ കറി ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. അന്ന് ഒരു നല്ല മഴയുള്ള ദിവസമാണ്. മൺചട്ടിയിൽ ഇങ്ങനെ തീയിൻ്റെ ചോട്ടിലിരുന്നിട്ട് ചട്ടി ഇങ്ങനെ തിളച്ച് മറയണ ആ ഗ്രേവിൻ്റെ ആ പതയും തിളയും മണവും ഒക്കെ ആ വീട് മൊത്തം പരക്കുമായിരുന്നു. ആ മൂക്കിലോട്ടാണ്ട് അടിച്ചു കയറുന്ന ആ കുരുമുളകിൻ്റെ വെളിച്ചെണ്ണേൻ്റെ ആ മണാണ്ട് എത്തുമ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികൾ വല്യമ്മാൻ്റെ അടുക്കളയിൽ ഷിമ്മീസ് ഇട്ട് പ്രസൻ്റ് ആവാറുണ്ട്. ഇന്നതല്ല നമ്മളെ കൺമുന്നിൽ കാണുന്ന പോലെയുള്ള ഓർമ്മ ഉണ്ട് കേട്ടോ. വല്യമ്മ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ നോക്കിയിട്ട്, ഭക്ഷണത്തിന് രുചി അതിൽ ചേർക്കണ മസാലക്കൂട്ടുകളിൽ മാത്രമല്ല എൻ്റെ എണ്ണികളെ, അതുണ്ടാക്കുന്ന കൈകളിലുള്ള സ്നേഹത്തിലും കൂടിയാണെന്ന്. അന്ന് അതൊന്നും മനസ്സിലായില്ലെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ വല്യമ്മാൻ്റെ ഓരോ ഭക്ഷണവും പാകം ചെയ്യുമ്പോൾ അത് എനിക്ക് മനസ്സിലാവും. ഇന്ന് ആ റെസിപ്പികളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന ഓരോ മസാലയിലും ഞാൻ എൻ്റെ വല്യമ്മാനെ ഓർക്കാറുണ്ട് കേട്ടോ. ആ പഴയ കാലവും ആ രുചിയും സ്നേഹവും എല്ലാം നിങ്ങളോട് കൂടി പങ്കുവെക്കുകയാണ്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം അതിലേക്ക് ചെറിയ ജീരകം ഇട്ടിട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കറി ലീഫും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഇതൊക്കെ ഗ്രേവിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ഉടഞ്ഞ് കിട്ടി വേവിച്ച ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുന്നത് വല്യമ്മ എപ്പോഴും പറയാറ്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലേക്ക് ഗരം മസാല അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി പച്ച സ്മെല്ല് പോയാൽ നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒന്നുമില്ല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി ചേർത്ത് നന്നായിട്ട് മിക്സായി പച്ചമണം പോയതിൻ്റെ ശേഷം വെള്ളം ആവശ്യത്തിന് ചേർത്തി കൊടുക്കുക. അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ടാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം മതി. ഇല്ല കുറച്ചധികം ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ആ എണ്ണക്കൊന്ന് പിരിഞ്ഞ് വരുന്ന പോലെ ആയ സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കിയെടുത്താൽ സംഭവം സെറ്റാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് മേലെ മല്ലിയിലയും കൂടി തൂവി കൊടുത്താൽ അടിപൊളിയാണ്, നമ്മുടെ ഗ്രേവി സെറ്റാണ് കേട്ടോ. വല്യമ്മ നമ്മളെ വിട്ടുപോയിട്ട് ഒരുപാട് കാലമായെങ്കിലും അവർ പഠിപ്പിച്ചെന്ന സ്നേഹവും അതേപോലെ തന്നെ അവരെ രുചികളൊന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല കേട്ടോ. ഈ ഒരു മുട്ട ഗ്രേവി അതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്കും ഇതേപോലെ വല്യമ്മാനെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളെ മുത്തശ്ശിൻ്റെതെന്ന് പറഞ്ഞാൽ ഓർക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്തിട്ട് കൂടെ കൂടി